വനം വകുപ്പിന്റെ അനാസ്ഥയെ തുടർന്ന് കുമ്പള കൊടിയമ്മ പ്ലാന്റേഷനിൽ ലക്ഷങ്ങളുടെ മരങ്ങൾ നശിച്ചു തീരുന്നതായി പരാതി. നാശോന്മുഖമായ മരങ്ങൾ മുറിച്ചുമാറ്റി പകരം ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ആരിക്കാട് വില്ലേജ് പരിധിയിൽപ്പെടുന്ന കൊടിയമ്മയിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന് കീഴിലുള്ള 15 ഏക്കറിനകത്തെ നൂറുകണക്കിന് കശുമാവ്, കാറ്റാടി, അക്കേഷ്യ മരങ്ങളാണ് മഴക്കാലങ്ങളിൽ കടപുഴകിയും വേനൽക്കാലങ്ങളിൽ തീപിടിച്ചും നശിച്ചുകൊണ്ടിരിക്കുന്നത്. പാകമായ കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. കുമ്പള പഞ്ചായത്തിലെ കൊടിയമ്മ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഏക്കർ കണക്കിന് സ്ഥലത്ത് മറ്റേ കാറ്റാടി മരങ്ങളും കശുവണ്ടി മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വർഷങ്ങളായി. 10-20 വർഷത്തിന് മേലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. വെറുതെ ആ മരങ്ങൾ പാഴായി പോവല്ലാണ്ട് ഓരോ കാറ്റും മഴയും വരുമ്പോൾ ഇലക്ട്രിക് പോസ്റ്റും മെയിൻ ലൈനൊക്കെ കടന്നു പോകുന്ന ഒരു വഴിയാണ്. അവിടെ പള്ളി, മദ്രസയൊക്കെ ഉണ്ട്. ഈ ഒരു കാറ്റടിച്ചാൽ തന്നെ പല മരങ്ങളും പൊട്ടി ഈ വൈദ്യുതി ലൈനിൽ വീണിട്ട് ദിവസങ്ങളോളം വൈദ്യുതി മുടക്കം ഇവിടെ കൊടിയമ്മയിൽ നിത്യസംഭവമാണ്. പിന്നെ അധികാരികൾ ആ മരങ്ങൾ വെട്ടിമാറ്റാനോ പഴയ മരങ്ങളൊക്കെ വെട്ടിമാറ്റി പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനോ തയ്യാറാകുന്നില്ല. മുറിച്ചു മാറ്റുന്നതിനായി നേരത്തെ മരങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയിരുന്നു. എന്നാൽ കണക്കെടുപ്പ് നടത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയായി യാതൊരുവിധ തുടർ നടപടികളും ഉണ്ടായിട്ടില്ല. 10 വർഷം മുമ്പ് തന്നെ മരങ്ങൾക്ക് 10 ലക്ഷം രൂപ വില കണക്കാക്കിയിരുന്നു. ഓരോ വേനൽക്കാലത്തും പ്ലാന്റേഷനിലുണ്ടാകുന്ന തീപിടുത്തത്തിൽ കത്തിയെരിയുന്നത് ലക്ഷങ്ങൾ വിലമതിക്കുന്ന മരങ്ങളാണ്. ഇങ്ങനെ നശിപ്പിച്ചു കളയുന്നതിന് പകരം ലേലത്തിലൂടെ മരങ്ങൾ മുറിച്ചുമാറ്റി പകരം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന് പഴയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി പുതിയ നല്ല മരങ്ങൾ, കാറ്റാടിയോ അല്ല ഏതെങ്കിലും മരങ്ങൾ പുതിയ നട്ടുപിടിപ്പിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉണ്ടാക്കണം. അല്ലാതെ ജനദ്രോഹ നടപടിയായിട്ട് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനോട് നാട്ടുകാരെന്ന നിലയ്ക്ക് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. ഒരുപാട് മരങ്ങൾ ഈ വെട്ടി മാറ്റുന്നതും കടപുഴകി വീഴുന്നതൊക്കെ അവിടെ വീണ് നശിക്കുന്നതല്ലാതെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിരവധി വീടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് പ്ലാന്റേഷൻ. ചെറിയൊരു കാറ്റടിച്ചാൽ മരങ്ങൾ പൊട്ടി വീണ് ദിവസങ്ങളോളം വൈദ്യുതി മുടങ്ങുന്നതും ഹൈടെൻഷൻ ടൈലുകൾ തകരുന്നതും പതിവാണ്. മഴ കനത്തതോടെ 2 ആഴ്ച മുമ്പ് മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ പതിച്ച് 10ഓളം വൈദ്യുതി തൂണുകൾ ഇവിടെ തകർന്നിരുന്നു. ഓരോ മഴക്കാലത്തും തുടർന്നു വരുന്ന അവസ്ഥാവിശേഷമാണിത്. പ്ലാന്റേഷനിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈനുകൾ മാറ്റി സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ കാലങ്ങളായി ആവശ്യപ്പെട്ടു വരികയാണ്. വലിയ അപകട ഭീഷണിയാണ് ഇവ ഉയർത്തുന്നത്. ഇങ്ങനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അനാസ്ഥ തുടരുന്നതുമൂലം സർക്കാരിലേക്ക് കിട്ടേണ്ടുന്ന ലക്ഷങ്ങളാണ് ഇല്ലാതാകുന്നതെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ജനവാസ മേഖലയിലെ പ്ലാന്റേഷൻ കാട്ടുപന്നികളുടെ വിഹാരകേന്ദ്രമായി മാറുന്നതായും പരാതിയുണ്ട്. അതുപോലെ പിന്നെ കാട്ടുപന്നികളുടെ രൂക്ഷമായ ശല്യമുള്ള പ്രദേശമാണ്. കാട്ടുപന്നികൾ ഏകദേശം അവരുടെ വാസസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ജനപ്രദേശമായ കൊടിയമ്മ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഭാഗത്ത്. നൂറുകണക്കിന് സ്കൂൾ, മദ്രസ വിദ്യാർത്ഥികൾ ഇതിനരികിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കാട്ടുപന്നികൾ മാത്രമല്ല, കടപുഴകി വീഴാൻ പാകത്തിൽ നിൽക്കുന്ന മരങ്ങളും ഇവിടുത്തുകാരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.